welcome back to my channel. ഇന്ന് നമുക്ക് എങ്ങനെ ബോബ അഥവാ ബബിൾ ടീ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബബിൾസ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതിനു വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ടാപ്പിയോക്ക സ്റ്റാർച്ച് ആണ്. അത് നമുക്ക് ആമസോൺ വഴി ലഭിക്കും. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബബിൾ ടീയിലേക്കുള്ള ബബിൾ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 130 ഗ്രാം ടാപ്പിയോക്ക സ്റ്റാർച്ചും 10 ഗ്രാം കൊക്കോ പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് 75 ml വെള്ളവും 60 ഗ്രാം ബ്രൗൺ ഷുഗറും 1 ടീസ്പൂൺ ടാപ്പിയോക്ക സ്റ്റാർച്ചും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. സ്റ്റവിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബ്രൗൺ ഷുഗർ എല്ലാം മെൽട്ടായി ഒരു സ്റ്റിക്കി ആവുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇനി നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കൊക്കോ പൗഡറും ടാപ്പിയോക്ക സ്റ്റാർച്ചും കൂടിയിട്ടുള്ള ഒരു മിക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം യോജിച്ച് വരുന്നത് വരെ, മാവൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. മാവ് ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്തെടുക്കാം. ഓരോ സ്ട്രാൻഡ്സും നമുക്ക് ആവശ്യമായ ബബിളിൻ്റെ വലുപ്പത്തിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബബിളെല്ലാം ഒരേ വലുപ്പമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഓരോ പീസും എടുത്തിട്ട് ചെറിയൊരു ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. എല്ലാ പീസും ഇതുപോലെ നമുക്ക് ആവശ്യമായ ബബിളിൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കണം. ഈ ബബിളിനെല്ലാം ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ടാപ്പിയോക്ക സ്റ്റാർച്ച് അവസാനം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ടാപ്പിയോക്ക സ്റ്റാർച്ച് ബോൾസ് എല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1 കപ്പ് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബബിൾസ് കൂടിയും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അതേ വെള്ളത്തിൽ 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ പേൾസ് എല്ലാം ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് അതിലത്തെ വെള്ളമെല്ലാം വറ്റിച്ച് കളയാം. അപ്പോൾ നമ്മുടെ ബബിൾസ് എല്ലാം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 70 ml വെള്ളവും 35 ഗ്രാം ബ്രൗൺ ഷുഗറും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ബ്രൗൺ ഷുഗറിന് പകരം നമുക്ക് വെല്ലം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഡാർക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പേൾസ് കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതിൽ വെള്ളമെല്ലാം വറ്റി ഷുഗറെല്ലാം ഒന്ന് സ്റ്റിക്കി ആയിട്ട് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്നും ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ബബിൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബബിളും കാരമലൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഈ ബബിൾസ് ഉപയോഗിച്ച് ടീ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഓരോ ഗ്ലാസ് ജാറിലേക്കും 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ബബിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ സാധാരണ കട്ടൻ ചായ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുത്തതാണെന്ന് വെച്ചാൽ നല്ലതായിരിക്കും. അതൊരു പകുതിയോളം ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടൻ ചായയുടെ മധുരവും കടുപ്പൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് കൂടിയും ചേർത്ത് കൊടുക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് തണുത്ത പാലോടിയും ചേർത്ത് നമ്മുടെ ബബിൾ ടീ നമുക്ക് തയ്യാറാക്കിയെടുക്കാം.